അങ്ങോട്ട് ഭയങ്കര ഘോര പ്രസംഗമാണ്. ഇന്ന് പട്ടിണി ഉന്മൂലനം ചെയ്യാൻ നമുക്ക് സാധിച്ചു. പട്ടിണി നമ്മുടെ സമൂഹത്തിലില്ല, നമ്മുടെ കേരളത്തിൽ പട്ടിണിയില്ല. എല്ലാവരുടെയും വീടുകളിൽ റേഷൻ എത്തും, എല്ലാവരുടെയും വീടുകളിൽ അരിയും മണ്ണെണ്ണയും പഞ്ചസാരയും എല്ലാം എത്തും. എന്നിട്ട് എവിടെയാണ് സർക്കാരെ നിങ്ങൾ ഈ പറഞ്ഞ അരിയും പഞ്ചസാരയും മണ്ണെണ്ണയൊക്കെ? ആ കുടുംബത്തിലെ ഓരോ ബക്കറ്റും ഓരോ പാത്രങ്ങളും കാലിയാണ്. ഒരു അരിയുടെ ഒരു പൊടി പോലും അവിടെ ഇല്ല. ആ അടുപ്പ് പുകഞ്ഞിട്ട് ദിവസങ്ങളായെന്ന് നമുക്ക് ഒരു വാർത്ത കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഇത് റിപ്പോർട്ട് ചാനൽ കെട്ടിച്ചമച്ചാണെന്ന് നീയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്തയില്ലായ്മയാണ് നീയൊക്കെ പറയുന്നത് ഞങ്ങൾ പറയും. കാരണം ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ അത് മനസ്സിലാക്കാതെ ആ കുടുംബത്തിനെ വിമർശിക്കാൻ പോയ ആളുകളെ പറഞ്ഞാൽ മതി. ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ സഹായങ്ങളുടെ പ്രവാഹമാണ്. ഒരുപാട് ആളുകൾ സഹായഹസ്തവുമായി എത്തി ആ വീട്ടിലേക്ക് ആളുകൾ സന്ദർശിക്കാൻ എത്തി തുടങ്ങി. അതേപോലെ തന്നെ ആ വീട്ടിലേക്കുള്ള അരി തന്നെ റിപ്പോർട്ട് ചാനൽ തന്നെ ആദ്യത്തെ ഒരു കാര്യം മേടിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇതുപോലെയുള്ള മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം കൊള്ളരുതായ്മകൾ വെള്ളപൂശാൻ നടക്കുന്ന നമ്മുടെ മാധ്യമപ്രവർത്തകരുള്ള കാലത്ത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിദ്വേഷത്തിൻ്റെ പേരിൽ മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പരിപാടി അങ്ങ് ചെയ്തോളുമല്ലോ. അതായത്